റിലീസ് പടമല്ലേ, നിങ്ങൾ പോയി കാണുക, ആ വൈബ് കിട്ടണം. എൻ്റെ തൊണ്ടയൊക്കെ അടച്ചു പോയി. മോഹൻലാലിന്റെ പടം മാത്രമല്ല, ദിലീപിന്റെയും മമ്മൂട്ടിയുടെയൊക്കെ റിലീസ് പടങ്ങൾ വരണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വളരെ കിട്ടില്ല വൈബല്ലേ, കിട്ടില്ല ഓണല്ലേ, അതാണ് സൗണ്ടൊക്കെ പോയിരിക്കുകയില്ലേ, കിട്ടില്ല ഓണല്ലേ. എൻ്റെ പൊന്നെ, അതൊക്കെ വന്ന എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഇതുപോലെ റിലീസ്. ഏത് കിട്ടില്ല പടമില്ലേ റിലീസ്? ഇനി പറഞ്ഞ ഉദയനാണ് താരം, വെട്ടം, മമ്മൂട്ടിയുടെ രാജമാണിക്കൊക്കെ വരണ്ടേ, എന്നാലും തിയേറ്ററൊക്കെ കുലുങ്ങോളൂ. ഇതേപോലെ ഓടി വണ്ടി തന്നെ പറഞ്ഞു, എന്നാലും പറ്റൂ. ഇത്രയും പവർ പാക്ക് ആയിട്ടുള്ള എവിടെ കിട്ടും ഇത്? സൗണ്ടും പോയി, എന്റെ പോലെ രക്ഷയില്ല. എന്നാ സെറ്റ് പടം. മോഹൻലാലിന്റെ കമ്പാക്ക് തുടരുന്ന ശേഷം മോഹൻലാലിന്റെ ബെസ്റ്റ് പടമാണ്. മോഹൻലാലി ലാലായിട്ട് ഇനിയും തുടരും, വീണ്ടും തുടരും. ബ്ലോക്ക് ബസ്റ്റർ. യൂട്യൂബിൽ നിന്ന് OTT കാണല്, തിയേറ്ററിൽ തന്നെ കാണണം. തിങ്കളാഴ്ച കൂടെ ഉള്ളൂ. അപ്പൊ മാക്സിമം എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് തകർക്കും. അത് ഷോർട്ട് ചെട്ടികളങ്ങനെ കട്ട് ചെയ്തു. അത് നമ്മൾ കിടന്ന അലമ്പോ എന്ന് പറഞ്ഞാൽ അവന് കട്ട് ചെയ്താണെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളി. പയ്യന്മാരായിട്ട് വരിക, ഫ്രണ്ട് സീറ്റ് എടുക്കാം, ഫ്രണ്ട് സീറ്റ് എടുത്ത് അടിച്ചോളൂ. പടം കണ്ടായിരുന്നു, സൂപ്പർ അല്ലായിരുന്നു. കിട്ടില്ല, തൊണ്ടയൊക്കെ പോയി വിളിച്ച് ഡാൻസ് കളിച്ച് തിയേറ്റർ അടിച്ച് പൊളിക്കും. പിന്നെ പറയില്ലല്ലോ ഈ പാടം കണ്ണന്റെ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്താ പറയാ, നല്ല വൈബായിരുന്നു പടം മൊത്തം. എല്ലാം കൊള്ളാം, എല്ലാം കൊള്ളാം. ഇപ്പം റീമാസ്റ്റർ നല്ല രസമുണ്ടായിരുന്നു. വില്ലന്റെ ഇമ്പാക്ട് സ്ക്രീൻ കണ്ടത് അത് നല്ല കൈയിട്ടുണ്ട് പുള്ളി ഓരോ സീനില്. വില്ലന്മാർക്ക് ഇത്ര കൈയിടുന്ന വളരെ കുറവാണ്. കാണാനാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത്. വേറെ ഒരു അതാണ് ഭയങ്കര ഹാപ്പി. ഒന്നും കൂടെ കണ്ടത് കിട്ടില്ല എക്സ്പീരിയൻസ്. വൈബ് പടം നമ്മൾ കണ്ടു തന്നെയാണല്ലോ ഇത്ര നാളെ മോഹൻലാലിന്റെ. അതുപോലെ തന്നെ പാട്ടിന് എല്ലാവരും വൈബ് വേണോ, നല്ല അടിപൊളി. ആ പിന്നെ ഫുൾ ഏരിയസ് ഫ്ലക്സിൽ പിന്നെ റീ റിലീസ് ആണെങ്കിൽ ഫുൾ ബഹളമായിരിക്കുമല്ലോ. മണിച്ചേട്ടൻ എന്റെ പൊന്നോ മാസ് വില്ലൻ. മണിച്ചേട്ടൻ ഏത് റോള് ചെയ്ത് ഇല്ല, മണിച്ചേട്ടനെ കാണുമ്പോൾ നമ്മൾ കുറെ നാൾക്ക് ശേഷമല്ലേ മണിച്ചേട്ടൻ അഭിനയം കാണണം. മണിച്ചേട്ടൻ ഏത് റോളാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യുമല്ലോ. അത് ഡാൻസ്, വില്ലൻ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഏതാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പിയാണ്. നല്ല വൈബായിരുന്നു. എല്ലാരും ഭയങ്കര വൈബായിരുന്നു. ഡാൻസ് ഒക്കെ ആയിരുന്നു. നല്ല സൗണ്ട്, നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല ക്ലാരിറ്റി എല്ലാം ഉണ്ട്. അടിപൊളിയായിരുന്നു. അഗെയിൻ സെക്കൻഡ് ടൈം ആണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലെ അല്ല, ഫസ്റ്റ് ടൈം ഇറങ്ങിയപ്പോഴാണ് അന്ന് കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ കണ്ടപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. ആ സെയിം ഇത് BGM ഒക്കെ ഭയങ്കര നൈസായിരുന്നു. ഒന്നും കൂടെ കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ പുള്ളി ഇപ്പോഴും ഇല്ലല്ലോ എന്നുള്ള ഒരു ഇത് പെട്ടെന്ന് വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആളുടെ ആ ഒരു ക്യാരക്ടറിൽ വന്നപ്പോൾ നമുക്ക് ആ ഒരു പഴയ വൈബ് തന്നെയാണ് വന്നത്. അടിച്ചുപൊളിയായിരുന്നു.